ഹല്ലേലൂയ. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. മക്കള് യൗവനത്തിൽ ജനിക്കണം. 35-ാം വയസ്സിലും 40-ാം വയസ്സിലും ഒക്കെ കല്യാണം കഴിക്കാനായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നല്ല യൗവനത്തിൽ നല്ല ചോരത്തിളപ്പിന്റെ സമയത്ത് ഒരു 25 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആണും പെണ്ണും ഒക്കെ കല്യാണം കഴിച്ച് നല്ല മിടുക്കര് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം. അപ്പോൾ ആരോഗ്യമുള്ള നല്ല മിടുക്കര് കുഞ്ഞുങ്ങളെ കിട്ടും. ഇപ്പൊ ഇത് 45-ാം വയസ്സിലും 50-ാം വയസ്സിലും കല്യാണം നടക്കാത്തവര് പ്രാർത്ഥിക്കാൻ വരിക. അടുത്ത കാലത്ത് കഴിഞ്ഞ നവംബറിൽ ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ തൃശ്ശൂരിൽ നടക്കുമ്പോൾ ചിലൊക്കെ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് സങ്കടം തോന്നി. 48 വയസ്സ്, 50 വയസ്സ്, 52 വയസ്സ്, 55 വയസ്സുള്ളതൊക്കെയാ പ്രാർത്ഥിക്കാമെന്നത് വിവാഹം നടക്കാൻ. ഇനി എന്തോന്ന് വിവാഹമാ? 38 വയസ്സുള്ള പെണ്ണുങ്ങള് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക, വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കാൻ. യൗവനത്തിലെ കല്യാണം നടത്തിവിടണം മക്കളുടെ അപ്പനമ്മയുടെ ഉത്തരവാദിത്വമാണ്. അത് യൗവനത്തിന്റെ നാളുകളിൽ വേണം കല്യാണം കഴിക്കാൻ. മാക്സിമം പെൺകുട്ടികൾക്ക് ഒരു 25 വയസ്സുള്ള കല്യാണം നടക്കട്ടെ. ആൺമക്കൾക്കും 25 വയസ്സാകുമ്പോൾ കല്യാണം നടക്കുന്നത് ഏറ്റവും നല്ലത്. 25 അല്ല 27, അതിനു മുമ്പ് ആൺമക്കൾ കല്യാണം കഴിക്കാൻ. 25, 10, 35, ഞാൻ പറയും 10 വർഷത്തിനുള്ളിൽ നല്ല മിടുക്കര ഒരു 5 കുഞ്ഞുങ്ങളും. എന്നിട്ട് അധ്വാനിച്ച് ഈ മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തണം. അതാ കുടുംബജീവിതം. അല്ലാതെ 40-ാം വയസ്സിൽ കെട്ടാൻ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നിട്ട് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്. ഒരുമാതിരി ഞരമ്പ് രോഗം പിടിച്ച കുറെ കുഞ്ഞുങ്ങളും ഒക്കെ പിടിച്ചൊരു കഴിവുമില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തൊരു കാര്യമില്ല. ഉണ്ട് നല്ല പ്രായത്തില് നല്ല നല്ല കരുത്തുള്ള സമയത്ത് വേണം മക്കൾക്ക് ജന്മം നൽകുവാൻ. അത് ദയവ് ചെയ്ത് പെൺമക്കളെയൊക്കെ കൊച്ചു പ്രായത്തിൽ തന്നെ കെട്ടിച്ചു വിടുന്നത് നല്ലതാണ്. ആൺമക്കളെ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം കല്യാണം കഴിച്ചോണം. എത്രയും വേഗം. 32, 35 നോക്കിയിരിക്കരുത്. വയസ്സാം കാലത്ത് കല്യാണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. മണ്ടത്തരത്തിന്റെ അങ്ങേ അറ്റവാ കത്തോലിക്ക സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കുക, ഒന്ന് സെറ്റപ്പ് ആവട്ടെ, ഒന്ന് ജോലിയാവട്ടെ. സെറ്റപ്പായി ഇതൊരു പരിവായിരിക്കുക. ജോലിയാവട്ടെ, ശമ്പളമാവട്ടെ, വീടാവട്ടെ. എന്നിട്ട് എന്തു പറ്റി? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? 35-ാമത്തെ വയസ്സില് കല്യാണം കഴിഞ്ഞിട്ട് ധ്യാനകേന്ദ്രം കയറി നിരങ്ങുകയാ മക്കളെ കിട്ടാൻ വേണ്ടി. നല്ല പ്രായത്തില് മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കണം. നല്ല പ്രായത്തിൽ യുവതിവാക്കന്മാര് കല്യാണം കഴിക്കണം. ഹല്ലേലൂയ. ഉണ്ട്. അബോർഷൻ ചെയ്യരുത്. മക്കളെ സ്വീകരിക്കണം. ധാരാളം മക്കള് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ. മക്കളുടെ സമൃദ്ധി അത് അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാണ്. മക്കളുടെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി, അത് സകല നന്മകളും നമുക്ക് കർത്താവ് തരികയാണ്. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കരം ഉയർത്തിയടിച്ചേ, വിശ്വാസത്തോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബോർഷൻ, കൊലപാതകം, അതൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല. അടുത്തത് വ്യഭിചാരം. ഞാനതേക്കുറിച്ച് പറഞ്ഞു. ദുരാഗ്രഹം. ആഗ്രഹം നല്ലതാണ്. അപ്പം എന്തു നേടുവാനുള്ള ദുരാഗ്രഹം അത് പാപമാണ്. ദുഷ്ടത. ചിലർക്ക് എന്ത് ദുഷ്ടതയും ചെയ്യാനായിട്ട് ഒരു മടിയില്ല. ദുഷ്ടത ചെയ്യാനായിട്ട് ഒരു മടിയില്ലാത്ത മനുഷ്യന്. ഈ അടുത്ത നാളില് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കൊലപാതകങ്ങൾ. ഒരു മാസത്തിന്റെ ഉള്ളിൽ 30 ദിവസത്തിനുള്ളിൽ 72 കൊലപാതകങ്ങൾ കഴിഞ്ഞ മാസം നടന്നു. 72 കൊലപാതകങ്ങൾ. പത്രത്തൊക്കെ വലിയ വാർത്തയാ. മകൻ അമ്മയെ വടിവാളിന് വെട്ടിക്കൊന്നിട്ട് പോലീസ് പിടിച്ചപ്പോൾ മകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ പ്രതിഫലം കൊടുത്ത അമ്മയെ വെട്ടിക്കൊന്നു. മയക്കുമരുന്നിന്റെ അടിമയായ മകൻ. മറ്റൊരു മകൻ ഇതാ കുടുംബാംഗങ്ങളെ എല്ലാവരെയും തലക്കടിച്ചും വെട്ടിയൊക്കെ കൊന്നിരിക്കുന്നു. 5-6 പേരെ. എത്രയോ സ്ത്രീകളാ ചതിവും വഞ്ചനയും കാണിക്കുന്നത്. ഒരു മടിയില്ല. മനുഷ്യനെ കൊല്ലുവാനും കൊല്ലിക്കുവാനും മയക്കുമരുന്നിന്റെ അടിമകളായി ജീവിക്കാനും ശരീരം പങ്കുവെക്കാനൊന്നും ഒരു മടിയില്ലാത്ത സ്ത്രീകൾ ഇന്ന് ധാരാളമായിട്ടുണ്ട്. നിങ്ങൾ ഓരോ ദിവസത്തെ ദിനപത്രവും ടെലിവിഷനും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. ഞാനും അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അധാർമികത പെരുകുകയാ. തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. നമ്മൾ സൂക്ഷിക്കണം. ശരിക്കും നമ്മൾ കർത്താവിന്റെ വചനത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം. തുടർന്ന് എന്ത് ദുഷ്ട ചെയ്യാനും എന്ന് മടിയില്ല. ഭർത്താവിനെ കൊല്ലാനൊന്നും മടിയില്ല. ഭാര്യയെ കൊല്ലാനും മടിയില്ല.
കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം പത്രത്തിൽ നിങ്ങൾ വായിച്ചാണ്, ന്യൂസൊക്കെ ഞാനും കണ്ടു. ഒരു പെൺകുട്ടി അവളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൂടെ റെയിൽവേ ട്രാക്കിൽ നടന്നു പോവുക. ട്രെയിൻ വന്നപ്പോൾ അവൻ്റെ കമന്ന് കിടന്നു, കഴുത്ത് വെച്ചുകൊണ്ടത് അറ്റുപോയി, കഴുത്ത് മരിച്ചു, ആത്മഹത്യ. ഉദ്യോഗസ്ഥയാണ്, നല്ല IB-യിലെ ഉദ്യോഗസ്ഥയാണ്, മിടുക്കിയാണ്, നല്ലൊരു പെൺകുട്ടി, ജീവിതം തീർന്നു. ആത്മഹത്യ ചെയ്യരുത്, വഞ്ചന കാണിക്കരുത്, അതൊക്കെ സൂക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അടുത്ത വചനം പറയുന്നു, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന. വഞ്ചന ഞാനൊരു പണിയില്ല. കുടുംബജീവിതത്തിൽ വഞ്ചന, പങ്ക് ബിസിനസ്സുകാർ വഞ്ചന, ജോലിക്കാർ വഞ്ചന, എവിടെ തിരിഞ്ഞാലും വഞ്ചനയുടെ കഥകൾ ഒത്തിരി ഒത്തിരി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമിതമായ ഭോഗാസക്തി, ജഡത്തിന്റെ ആസക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കരുത്. അസൂയ, അസൂയ, മറ്റുള്ളവരുടെ നന്മയിൽ നമ്മുടെയൊക്കെ ഒരു വല്ലാത്തൊരു കിരികിരിപ്പ്. നമ്മുടെ അയൽവാസി നല്ലൊരു വീട് വെച്ചാൽ നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ്. അയൽവാസി നല്ലൊരു പുത്തൻ വണ്ടി എടുത്താൽ നമ്മൾ ആരെങ്കിലും ദൈവത്തിന് നന്ദി പറയുമോ? കർത്താവേ, ഞങ്ങളുടെ അയൽവാസിയായ തോമാച്ചേട്ടന് നല്ലൊരു സ്വിഫ്റ്റ് പുത്തൻ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? അയൽവാസിയുടെ വീട്ടില് പുത്തൻ സ്വിഫ്റ്റ് വന്നപ്പോൾ നമ്മുടെ ഉള്ളിലൊരു കിരികിരിപ്പ. അല്ലേ? ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഇങ്ങനെ മനസ്സിൽ, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു കേട്ടോ, തൃശ്ശൂർ ജില്ലയിലെ കാര്യവേ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലക്കാരുടെ കുഴപ്പമാണ്. ഹല്ലേലൂയ. തൃശ്ശൂർ ജില്ലയിലൊക്കെ എത്ര നല്ല മനുഷ്യരാ, അസൂയയില്ല, അഹങ്കാരമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ എത്ര സുന്ദരമാണ്, ഒരു കുഴപ്പമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുമ്പസാരത്തെ പറയാൻ മടിക്കരുത്, മറച്ചു വെക്കരുത് കേട്ടോ. അസൂയ മനസ്സിലുണ്ടെങ്കിൽ അങ്ങോട്ട് കളയുക. നമ്മൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാം. ദൂഷണം നാവിന്റെ പാവ. നാവ് തീയാണ്. നാവ് ദുഷ്ടതയുടെ ഒരു ലോകമാണ്. നാവ് തീയാണ്. നാവ് ദുഷ്ടതയുടെ ഒരു ലോകമാണ്. നാവിനെ സൂക്ഷിക്കുക. കള്ളം പറയുക, കുറ്റം പറയുക, ചീത്ത വിളിക്കുക, അസൂയ പറയുക, ശപിക്കുക, പ്രാകുക, ഇതൊക്കെ നാവ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചിലർ വാ തുറന്നാൽ ചീത്ത വിളിക്കും, അശ്ലീല വാക്കുകൾ പറയും, ഒരിക്കലും പറയാൻ പാടില്ല. ചിലർ വാ തുറന്നാൽ നുണയെ പറയത്തുള്ളൂ. ചിലര് നിരന്തരമായിട്ട് വിമർശിക്കും. ആരെ വിമർശിക്കുന്നത്? ചിലരുടെ ഇഷ്ടവിനോദമാണ്. വൈദികര്, സഭ, മെത്രാന്മാരെ വിമർശിക്കാതെ ഇവർക്ക് ഉറക്കം വരത്തില്ല. രാവിലെ മൊബൈൽ എടുത്താൽ ഉടനെ വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോർവേഡ് ചെയ്യാതെ, വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യാതെ അവർക്കൊരു സമാധാനമില്ല. കാര്യം പോക്കാട്ടോ. സങ്കീർത്തനം 105:15-16, എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ അപ്പത്തിന്റെ താങ്ങ് ഞാൻ തകർത്ത് കളയും. ഇച്ചിരി ഗൗരവത്തിലാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ഉപദ്രവം വരുത്തരുത്. കർത്താവ് അഭിഷേകം ചെയ്ത പുരോഹിതന്മാര്, കർത്താവ് അഭിഷേകം ചെയ്ത പ്രവാചകന്മാര്, അവർക്കെതിരെ ഒരു ഉപദ്രവം ചെയ്ത് അങ്ങനെ ചെയ്താൽ നാട്ടിൽ ക്ഷാമം വരുത്തും, അപ്പമാകുന്ന താങ്ങ് തകർത്ത് കളയും. നമ്മുടെ ജീവിതത്തിന്റെ വരുമാന മാർഗങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി കളയും. ഒരിക്കലും വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെ, പിതാക്കന്മാർക്കെതിരെ നമ്മൾ സംസാരിക്കരുത്, കരമുയർത്തരുത്. അങ്ങനെ ആരൊക്കെ ചെയ്തോ അവർക്കൊക്കെ ശക്തമായ തിരിച്ചടി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു ഏതാനും ദിവസം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഫോൺ, ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഒരച്ഛൻ, അച്ഛൻ്റെ പേര് പറയാൻ കുഴപ്പമില്ല, ഈ തൃശ്ശൂർ ജില്ലയുള്ള ആളച്ഛനല്ല, അച്ഛൻ ഇപ്പോൾ വിദേശത്താണ്. ഡൊമിനിക് അച്ഛന്, എനിക്കറിയാം അച്ഛനെ. അച്ഛന് നാട്ടിൽ അവധിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവധിക്ക് വന്നപ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ ഒരു വീട് എടുക്കണം. അതിനു വേണ്ടി ഇവര് ഒരു ബ്രോക്കർ വീടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പോയി വീടൊക്കെ കണ്ടു, 3 വീട് കണ്ടു. അവർക്ക് വീട് ഇഷ്ടപ്പെട്ടില്ല, അവരിങ്ങ് പോരുകയും ചെയ്തു. ഈ ബ്രോക്കർ അച്ഛനെ ഫോൺ വിളിച്ചിട്ട് അച്ഛനോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു വീട് വെച്ച് കാണിച്ചു, 3 വീട് കാണിച്ചെങ്കിൽ എനിക്ക് 3000 രൂപ തരണമെന്ന് പറഞ്ഞു. സാധാരണ ഒരു കച്ചവടം നടത്തി കഴിഞ്ഞ് ബ്രോക്കർ കാശ കൊടുക്കുന്നത്. 3 വീട് കാണിച്ചു 3000 രൂപ എനിക്ക് തന്നേക്കുള്ളൂ.
ഫോണിലൂടെ അച്ഛനെ ചീത്ത വിളിക്കും. അച്ഛനങ്ങ് വിഷമമായി പോയി. അച്ഛൻ പറഞ്ഞു എനിക്കത് അറിയത്തില്ലായിരുന്നു, ഒരു കാര്യം ചെയ്യാം, അനിയനെ വിളിച്ചു പറയാം. അനിയനെ വിളിച്ചു പറഞ്ഞു അവന് 3000 രൂപ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. 3000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് സങ്കടമുണ്ട് കേട്ടോ. അവന് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അവൻ്റെ ഓട്ടോയ്ക്കാണ് ഇവരെ കൊണ്ടുപോയത്. ഒരു 3 യാത്രക്കാരെയുമായിട്ട് ഈ പൈസ 3000 മേടിച്ചിട്ട് ഓട്ടോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് റോഡിൻ്റെ മുകൾ സൈഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് മുകളിൽ ഒരു തെങ്ങ് പെടന്ന് ഒറ്റ വീഴ്ച ഈ ഓട്ടോയുടെ മേൽ. അതായത് ഡ്രൈവർ ഇരുന്ന ആ ഭാഗത്ത് തന്നെ ഇത് അടിച്ചു വീണു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് കിടക്കുക. അവിടുത്തെ കമ്പി ഒടിഞ്ഞിട്ട് തലയ്ക്കകത്ത് കുത്തിക്കറി വിടില്ല. തെങ്ങ് കൃത്യം ആ ഓട്ടോയിൽ വീഴുക. ആ പുറകിൽ നിന്ന് 3 പേർക്കും ഒന്നും സംഭവിച്ചില്ല. ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. എന്നോട് പറഞ്ഞ എൻ്റെ സുഹൃത്ത് പറയണം, അച്ഛന് ഭയങ്കര സങ്കടമായിപ്പോയി. അച്ഛന് ഭയങ്കര എന്ത് ചെയ്യാൻ നോക്കും? തെങ്ങ ഒടിഞ്ഞ് മുതുകത്ത് വിട്ടു. ഇനിയും പറയാനാണ് ഒത്തിരി സംഭവമുണ്ട്. എറണാകുളത്ത് കഴിഞ്ഞ വർഷം നോയമ്പിന് ഒരു പള്ളി, അവിടുത്തെ ജോസഫ് അച്ഛന് ഒരു അനുഭവം പറഞ്ഞു. സെമിനാറിലൊക്കെ പഠിപ്പിച്ചിരുന്നതാണ്. നല്ലൊരു വിശുദ്ധനായ വൈദികനാണ്. അച്ഛൻ പറയുകയാണ്, അച്ഛന് ഇരുന്ന ഒരു ഇടവക ദേവാലയം, അവിടുത്തെ മതിൽ പൊളിച്ച് ഒരു ഗേറ്റ് വേണം, സിസ്റ്റേഴ്സിന് പോകാൻ വേണ്ടിയാണ്. അച്ഛനടുക്ക് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ അനുവദിക്കത്തില്ല, പിതാവ് അനുവദിക്കുകയാണെങ്കിൽ ഗേറ്റ് വെച്ചോളാൻ പറഞ്ഞു. അവർ പോയി പിതാവിനെ കണ്ടു. പിതാവ് ഗേറ്റ് വെക്കാനായിട്ട് അനുവദിച്ചു. അവിടെ എറണാകുളത്ത് ലാറ്റിൻ പള്ളിയാണ് കേട്ടോ, ലാറ്റിൻ പള്ളിയിലെ കാര്യം പറയുന്നത്. പിതാവ് അനുവദിച്ചു. അങ്ങനെ ഇവര് അളവെടുത്ത് ഒരു ഗേറ്റ് പണിതു. ഗേറ്റ് വെക്കാനായിട്ട് വന്ന് ഭിത്തി പൊള്ളിച്ചു. വിഷയമായി. ഒരുപറ്റം ആളുകൾ, ഇടവകക്കാർ വന്ന് പണിക്കാരെ തടഞ്ഞു. വലിയ വിഷയമായി. അച്ഛനെ പിടിച്ചു തള്ളി, കുട്ടമണിയടിച്ചു. അപ്പൊ തന്നെ അച്ഛൻ പെട്ടെന്ന് വിളിച്ച് അരമനെ പറഞ്ഞു. അവിടുന്ന് VG അച്ഛൻ വന്നു. ഒരാള് കൂട്ടമണി അടിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മണിയടിച്ച് അടിക്കരുതെന്ന് പറഞ്ഞു. ഉടനെ ഒരുത്തൻ വിളിച്ചു പറയുകയാണ്, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച മണിയാ, അടിച്ചോളാൻ പറഞ്ഞു. വീണ്ടും മണിയടിച്ചു. അടുത്ത സെക്കൻഡിൽ ആ മണി പൊട്ടി താഴെ വീഴുകയാണ്. അടുത്ത നിമിഷം അവൻ അടിച്ചു, മണി പൊട്ടി താഴെ വീണു. ഹല്ലേലൂയ. എന്നിട്ട് അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഭയങ്കര വിഷയമായി. ഗേറ്റ് വെക്കാൻ സമ്മതിച്ചില്ല. അവസാന പള്ളി 3 മാസം അടച്ചിട്ടു. ജോസഫ് അച്ഛന് അവിടുന്ന് പോകേണ്ടി വന്നു. പള്ളി അടച്ചുപൂട്ടി. പിന്നെ സംഭവിച്ചതാണ് ദയനീയം. ഈ സംഭവങ്ങൾക്ക്, അതായത് ഗേറ്റ് വെക്കാതിരിക്കാനും ഇത് തടയാനുമായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു 5-6 പേരുണ്ടായിരുന്നു. അതില് ഒരു ചെറുപ്പക്കാരൻ 10-15 വയസ്സുണ്ട്. ബാത്റൂമിനടുത്ത് അതിനടുത്ത് ദിവസവും തെന്നി വീണു. പെടലി ക്ലോസറ്റിനടിച്ചു. ആ കിടപ്പ് കിടക്കുക. തീർന്നു ആ കിടപ്പ്. വേറൊരു ചേട്ടന് ഇതിന് മുന്നിൽ നിന്നാണ് സ്കൂട്ടർ അപകടം, അടിച്ചു, അവൻ കിടക്കുന്നു. വേറൊരു ചേട്ടന് ഒരു സൈഡ് തന്നു. അച്ഛൻ പറയാണ്, അതിന് മുന്നിൽ നിന്നവരും ഗേറ്റ് വെക്കാൻ തടഞ്ഞവരും അച്ഛൻ്റെ കോളർ പിടിച്ചോ മുഴുവൻ എണ്ണത്തിട്ട് പണി കിട്ടി. 3 മാസം പള്ളി അടച്ചു കിടന്നു. അത് കഴിഞ്ഞ് അച്ഛന് അവിടുന്ന് വേറെ പള്ളി വന്ന്, ഞാൻ ധ്യാനത്തിന് പള്ളിയിലാണ് അച്ഛൻ. 3 മാസം കഴിഞ്ഞ് വേറൊരു വൈദികൻ ചെന്നാണ് ആ പള്ളി തുറന്ന്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ശാന്തമായിട്ട് പോകുന്നു. ഉണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറയാം, കർത്താവിന്റെ അഭിഷിക്തരെ ഉപദ്രവിച്ചാൽ, വൈദികരെ പീഡിപ്പിച്ചാൽ, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിച്ചാൽ, അവർക്കെതിരെ കരമുയർത്തിയാൽ കർത്താവ് കണക്ക് ചോദിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ. ചിലർക്ക് രൊക്കം കണക്ക് ചോദിക്കും, ചിലർക്ക് ഇച്ചിരി താമസം എടുക്കുന്നേ ഉള്ളൂ. കർത്താവിന്റെ അഭിഷിക്തന്റെ കണ്ണുനീര് അത് അപകടത്തിന് കാരണമാണ്. അത് ദയവ് ചെയ്ത് ആരെങ്കിലും വൈദികരുമായിട്ട് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെന്ന് ക്ഷമ ചോദിച്ച് ഞങ്ങൾ രമ്യതപ്പെടുക. ഒരിക്കലും വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെ സംസാരിക്കരുത്. കാരണം കർത്താവിന്റെ എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. ദൈവത്തിന്റെ വചനമായത്. ഇത് വളരെ നമ്മൾ സൂക്ഷിക്കണം. വൈദികരെ, സന്യസ്തരെ, ദൈവവേല ചെയ്യുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. ഒരിക്കലും അവരെ ഉപദ്രവിക്കരുത്. ഒരിക്കലും അവരെ നമ്മൾ അപമാനിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ദൂഷണം, അഹങ്കാരം, 1 കൊരിന്തോസ് 4:7 എല്ലാം ദൈവത്തിന്റെ ദാനമായിരിക്കെ. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മാനുള്ളത്? എല്ലാം ദൈവത്തിന്റെ ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? കർത്താവ് ചോദിക്കുക, നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, നല്ല വീട്, നല്ല വാഹനം, നല്ല മക്കൾ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. കൊണ്ട് അഹങ്കരിക്കാൻ നമുക്ക് ഒന്നുമില്ല. നാളെ ഈ മണ്ണിലേക്ക് ഞാനും നിങ്ങളും മടങ്ങേണ്ടവരാ. ജീവിക്കുന്ന കാലം ദൈവത്തെ അറിഞ്ഞു ജീവിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും നന്മ ചെയ്യുക. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാൻ ഒരു തീരുമാനമെടുക്കാം. പാപവും പാപത്തിന്റെ വഴികളും നമുക്ക് അവസാനിപ്പിക്കാം.
സ്നേഹത്തിൻ കൈത്തി